ബിഗ് ബോസ് മലയാളം 7ാം സീസണിൽ ഒന്നിച്ച് മത്സരിക്കാനെത്തിയിരിക്കുകയാണ് ആദിലയും നൂറയും. ലെസ്ബിയൻ പങ്കാളികളായ ഇരുവരും നേരത്തെ വാർത്തകളിൽ കൂടി എല്ലാവരും അറിയുന്നവരാണ്. വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്നാണ് ആദിലയും നൂറയും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ടി വന്നവരാണിവർ. വീട്ടുകാർ തങ്ങളെ അംഗീകരിക്കില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. ഇരുവരും ഒരുപാട് അവഗണനകൾ സഹിച്ചാണ് ഇവിടം വരെ എത്തിയത്. നൂറയെ വീട്ടുകാർ വീടിനുള്ളിൽ കുറേക്കാലം പൂട്ടിയിട്ടിരുന്നു. ആദില ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയാണ് നൂറയെ പുറത്തുവിടുന്നത്. +1 പഠിക്കുമ്പോഴാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. +2 എത്തിയപ്പോഴാണ് സ്പാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എൻ്റെ ഐഡന്റിറ്റി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്ന് ആദില പറഞ്ഞു. ആദിലയോട് തനിക്കും ഒരിഷ്ടമുണ്ടായിരുന്നെന്ന് നൂറ പറഞ്ഞു. ആ സമയത്താണ് വീട്ടിൽ സംഭവങ്ങൾ അറിയുന്നത്. +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടുകാർ അറിയുന്നത്. പെട്ടെന്ന് വീട്ടുകാർ പിടിച്ചപ്പോൾ പരസ്പരം ഞങ്ങൾക്ക് കാണാൻ പറ്റാതെയായി. ആ സമയത്താണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് മനസ്സിലായത്. ഡിഗ്രി കഴിഞ്ഞ് ജോലി വാങ്ങി വീട്ടിൽ നിന്നിറങ്ങാം എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബന്ധം പക്ഷേ പെട്ടെന്ന് വീട്ടുകാർ പിടിച്ചപ്പോൾ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നൂറയെ വീട്ടുകാർ വീടിനുള്ളിൽ പൂട്ടിയിട്ടു. പിന്നീട് ഞങ്ങൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. അത് കാരണമാണ് ഞാൻ കേസുമായി മുന്നോട്ടു പോയത്. കേസ് ഞങ്ങൾക്ക് അനുകൂലമായതിനു ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചത്. +2 പഠിക്കുമ്പോൾ ഞങ്ങൾ വളരെ പൊസസീവായിരുന്നു. ജൂനിയേഴ്സുമായി നല്ല കമ്പനിയായിരുന്നു. അവർ ഞങ്ങളുടെ സമയം കളയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുമായിരുന്നു. ഞങ്ങൾ പരസ്പരം ചാറ്റ് ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യം ഉമ്മ ചാറ്റ് പിടിച്ചു. അപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആണുങ്ങളോട് എനിക്ക് ആകർഷണം തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഉമ്മ ദേഷ്യപ്പെട്ട് എന്നെ വഴക്കു പറഞ്ഞു. അന്ന് സഹോദരിമാരൊന്നും സപ്പോർട്ടല്ല എങ്കിലും ഇപ്പോൾ സഹോദരിമാരൊക്കെ സപ്പോർട്ടാണെന്ന് നൂറ പറഞ്ഞു. ഇപ്പോൾ ഇരുവരും ബിഗ് ബോസിലെ മത്സരാർത്ഥികളാണ്. രണ്ടുപേരും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് ബിഗ് ബോസിനുള്ളിൽ എത്തിയതെങ്കിലും കുറച്ച് ദിവസത്തിന് ശേഷം ബിഗ് ബോസ് അവരെ 2 മത്സരാർത്ഥികളായി കണക്കാക്കിയിരുന്നു. ബിഗ് ബോസിനുള്ളിൽ ഇരുവരും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഇരുവരും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ആദില നൂറയെ പെടുത്തിയതാണെന്ന് നൂറ അതിൽ അറിയാതെ പെട്ടുപോയതെന്നുമാണ് പൊതുവെയുള്ള സംസാരം. നൂറ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് പറയുന്നതുണ്ട്. വൈൽഡ് കാർഡായി എത്തിയ ലക്ഷ്മി ഇവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ലക്ഷ്മിക്കെതിരെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ എത്തിയിരുന്നു. കുറേ ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തും കുറേ പേർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനീഷുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നൂറ ആദിലയോട് വിശദീകരിക്കുകയും നൂറ ആദിലയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നൂറ ഭയങ്കര പക്വതയുള്ള കുട്ടിയാണെന്നും ആദില ഭയങ്കരിയാണെന്നുമാണ് ആളുകൾ പറയുന്നത്. നൂറയോട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരുപാട് ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്. ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നൂറ ആദിലയുടെ സ്വഭാവം ഇങ്ങനെയാണോ? അപ്പോൾ നൂറ പറയുന്നുണ്ട്, അത് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നതിന് മറുപടിയായിട്ട് പെട്ടുപോയി ലാലേട്ട എന്നാണ് നൂറ മറുപടി പറയുന്നത്. എന്തായാലും ഇവരുടെ പിണക്കങ്ങൾ തീരുമോ ഇല്ലയോ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.